യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 16-ാം അധ്യായത്തിലെ 13-ാം തിരുവചനം വായിക്കാം. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ, അവൾ എൻ്റെയും അമ്മയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പൗലോസിന്റെ ലേഖനത്തിൽ പ്രതിപാദിപ്പിക്കുന്ന റൂഫസ് യേശുവിൻ്റെ കുരിശ് ചുമന്നയാളുടെ മകനാണെന്നാണ് പാരമ്പര്യ വിശ്വാസം. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായ ക്രീനിക്കരൻ ഷെമിയോൻ എന്നാണ് വിശുദ്ധ മർക്കോസ് അയാളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൻ്റെ സുഹൃതമായ പ്രവൃത്തിയിലൂടെ മക്കളുടെ നാമം ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. അലക്സാണ്ടറും റൂഫസും പിന്നീട് സുവിശേഷ പ്രഘോഷകരായി എന്ന് കരുതപ്പെടുന്നു. വലിയൊരു ജനക്കൂട്ടം ആർത്തു വിളിച്ച് പിന്തുടരുന്നുണ്ടായിരുന്നിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ അവസരം ലഭിച്ച് എതിരി വന്ന ആ മനുഷ്യനായിരുന്നു. നാട്ടിൻപുറത്തു നിന്ന് നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. കുരിശുമായി നീങ്ങുന്ന മനുഷ്യപുത്രനെ ഒരു വേള ആർദ്രമായി അയാൾ നോക്കി നിന്ന് പോയിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ എങ്ങനെ അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് അയാൾ തന്നെ അവർ തെരഞ്ഞു പിടിച്ചു. അത്രയ്ക്ക് അങ്ങോട്ട് സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ ഇവൻ്റെ കുരിശ് നീ ചുമക്കട എന്നായിരിക്കാം പടയാളികൾ പരിഹാസപൂർവം അയാളോട് പറഞ്ഞത്. നിർബന്ധപൂർവമാണ് അവർ ആവശ്യപ്പെട്ടതെങ്കിലും വേണമെങ്കിൽ ഏതെങ്കിലും ഒഴിവുകളിൽ പറഞ്ഞ് അയാൾക്ക് രക്ഷപ്പെടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കാലത്ത് ചെയ്യാമായിരുന്ന സാധ്യമായ കാര്യമായിരുന്നു. എന്നിട്ടും മനുഷ്യപുത്രൻ്റെ അരികിലെത്തി കുരിശ് സ്വന്തം തോളിലേക്ക് മാറ്റി അയാൾ അവൻ്റെ പിന്നാലെ കാൽവരി കയറുന്നുണ്ടായിരുന്നു. കുരിശുമായി താൻ നടന്നു കയറുന്നത് കാൽവരിയിലേക്ക് മാത്രമല്ല, രക്ഷാകര ചരിത്രത്തിലേക്ക് കൂടിയാണെന്ന് അപ്പോൾ അയാൾ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നാട്യംപുറത്തുകാരനാണ് ഷെമിയോൻ എന്ന് സുവിശേഷകൻ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ക്രീനിക്കാരൻ എന്നാണ് സമാന്തര സുവിശേഷങ്ങൾ അയാളെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ സുവിശേഷത്തിലും ഇത് തന്നെയാണ് പറയപ്പെടുന്നത്. നാട്യംപുറത്തിൻ്റെ നനം നിറഞ്ഞ പച്ച മനുഷ്യനായതുകൊണ്ടാവാം ദേഹമാസകലം പരിക്കേറ്റ് മൃതപ്രായനായി കുരിശുമായി കല്ലെറിഞ്ഞു വീഴുന്ന ചെറുപ്പക്കാരനെയും അവൻ്റെ നിസ്സഹായ അവസ്ഥയും നോക്കി നിൽക്കുന്ന അമ്മയെയും കണ്ടപ്പോൾ അയാളുടെ മിഴികൾ ആർദ്രമായത്. അങ്ങനെയാണ് ക്രിസ്തുവിനെ അക്ഷരാർത്ഥത്തിൽ കുരിശെടുത്ത് അനുഗമിക്കുന്ന ആദ്യ വ്യക്തിയായി അയാൾ മാറാനിടയായത്. പിന്നീട് അങ്ങോട്ട് സ്വന്തം കുരിശുമെടുത്ത് അവനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ച് എത്രയോ ആളുകളുടെ ജീവിതങ്ങളെയാണ് അയാളുടെ ഈ സൽക്കർമ്മം പ്രകാശിതമാക്കിയത്, അല്ലെങ്കിൽ പ്രകാശപൂർണതയിലേക്ക് നയിച്ചത്. എന്തുമാത്രം മനുഷ്യരുടെ ജീവിതക്കുരിശിൻ്റെ ഭാരം നിലത്തി ഇറക്കി വയ്ക്കാൻ അന്നോളം മനുഷ്യപുത്രൻ തുണയായിട്ടുണ്ട്. എന്നാൽ അവൻ്റെ കുരിശ് ചുമക്കാൻ ഒരു അപരിചിതൻ വേണ്ടി വന്നു. പ്രിയ ചങ്ങാതിയായ ഷെമിയോൻ തള്ളിപ്പറഞ്ഞപ്പോൾ, പ്രിയ ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചപ്പോൾ അന്യനായ ഒരുവൻ ഷെമിയോൻ കുരിശ് താങ്ങാനെത്തി. പലപ്പോഴും ജീവിതം പഠിപ്പിക്കുന്ന വിലപ്പെട്ട പാഠങ്ങൾ ഒന്നാണിത്. അപ്പം ഭക്ഷിച്ചവരും സൗഖ്യം നേടിയവരും വിശ്വസിച്ച് ചേർത്ത് നടത്തിയവരും ഒന്നും കുരിശിൻ്റെ യാത്രയിൽ കൂടെ ഉണ്ടായി എന്ന് വരില്ല. ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. ഓർത്തു നോക്കിയാൽ പലപ്പോഴും നനച്ചിരിക്കാതെ ഉപകാരികളവരൊക്കെ കടപ്പെട്ടവരാരും തന്നെ ആയിരുന്നിട്ടുമില്ല. യാതൊരു ബാധ്യതകളും ഇല്ലാതിരുന്നിട്ടും തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ തക്ക സമയത്ത് ഉപകാരികളായി മാറിയ എത്രയോ പേരുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. കാൽവരിയിൽ കുരിശ് യാത്ര എത്തിക്കഴിഞ്ഞപ്പോൾ തുടർന്ന് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ദൈവത്തിനോട് അത്രമേൽ ഒട്ടി നടന്നതിനാൽ നിശ്ചയമായും അയാൾക്ക് അവനെ അത്ര എളുപ്പം വിട്ടുപോരാനൊന്നും തോന്നുന്നുണ്ടായിണ്ടാവില്ല, അല്ലെങ്കിൽ തോന്നി കാണില്ല. കുരിശിന് ചൂട്ടിൽ നിന്ന ആളുകളുടെ കൂടെ അയാളുടെ പേര് പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ, ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ലാത്തതിനാൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥമില്ല. താൻ ചുമന്ന കുരിശിലേറി അവൻ ജീവൻ വെടിയുമ്പോൾ കണ്ണ് നിറഞ്ഞ് അരയിൽ എവിടെയെങ്കിലും അയാളും ഉണ്ടായിരുന്നിരിക്കണം. വെറുമൊരു ദർശനം തന്നെ പുണ്യമെന്ന വരികിൽ അവൻ്റെ അവസാന മണിക്കൂറുകളിൽ ചാർന്ന് കിടന്ന് നടക്കാനായത് എത്രമാത്രം രൂപാന്തരപ്പെടുത്തിയതായിരിക്കണം.
പാരമ്പര്യമനുസരിച്ച് അവൻ്റെ ചോരപ്പുരണ്ട കാൽപ്പാടുകൾ പിൻപറ്റി കാൽവരിയിൽ എത്തിയപ്പോഴേക്കും കിറേനിക്കരൻ ക്രിസ്തു ശിഷ്യന് വേണ്ട യോഗ്യതകളിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് അയാളും ഭാര്യയും മക്കളും ക്രിസ്തു വിശ്വാസികളായി ജീവിതം സമർപ്പിച്ചു എന്നാണ് ചരിത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് റൂഫസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും പിതാവായ കിറേനിക്കാരൻ എന്നുള്ള പേരിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇംഗ്ലണ്ടിലും അയർലൻഡിലും കിറേനിയൻ മൂവ്മെന്റ് എന്നൊരു പേരിൽ സംഘടന ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കിറേനിക്കാരനായ ശമയാൻ ഈ സംഘടനയ്ക്ക് പ്രചോദനമായി തീർന്നു. സഹായം അറിയിക്കുന്നവർക്ക് കൈത്താങ് കൊടുക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഭവനരഹിതർ, അനാഥ കുഞ്ഞുങ്ങൾ, വികലാംഗർ തുടങ്ങി ഇങ്ങനെ സഹായം ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുന്ന ഒരു സംഘടനയുടെ പേരായി അത് മാറി. ജീവിതഭാരം ചുമക്കുന്ന അനേകരിലൂടെ ക്രിസ്തു ഇന്നും കാൽവരി കയറുന്നുണ്ടെന്നാണ് വിശ്വാസം. ക്ലേശകരമായ ജീവിത കുരിശ് ചുമന്നുകൊണ്ട് വഴിമാറിപ്പോകാതെ അനേകാമാർദ്രമായ അല്ലെങ്കിൽ ആർദ്രതയായ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവരുടെ ഭാരം ലഘൂകരിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇന്നും നാട്ടിൽ പൃഥ്വികാരായ ശമയാനായിട്ട് അല്ലെങ്കിൽ ശമയാന്മാരായിട്ട് പുനർജനിക്കുന്നുണ്ട്. ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ പ്രതീകമാണ് കിറേനിക്കാരൻ. കണ്ടു നിന്നവർക്ക് അയാൾ കൃത്യസമയത്ത് വഴി വന്നത് യാദൃച്ഛ്യമായി തോന്നിയിരിക്കാം. എന്നാൽ അതൊരു ചരിത്ര നിയോഗമായിരുന്നു. നമുക്കറിയാം, ഒരു കാര്യവും ഈ ലോകത്തിലെ ഒരു ഇല പോലും മറിയുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്റെ മുടി ഇഴക പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതൊരു ചരിത്ര നിയോഗമായിരുന്നു കിറേനിക്കാരനായ ശമയാന്. തിരുക്കുരിശ് തോളത്ത് വഹിക്കാനും തിരുരക്തം ദേഹത്ത് പുരളാനും പൂർവ്വഭാഗ്യം ലഭിച്ച മനുഷ്യനായി മാറി ശമയാൻ. ചില ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കുമ്പോൾ ക്ലേശകരമാണെന്ന് കണ്ട് ഒഴിഞ്ഞു മാറരുത് പ്രിയമുള്ളവരെ. ചിലപ്പോൾ അതിന് ജീവിത ചരിത്രം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ തന്നെ മാറ്റിമറിച്ചേക്കാം. കുരിശെടുത്ത് മാറ്റണേ എന്നല്ല, കുരിശ് വഹിക്കാൻ എനിക്ക് ശക്തി തരണേ എന്നായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് നൽകുന്ന കുരിശ് നീർത്തും മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. എനിക്ക് നൽകിയിരിക്കുന്ന ഈ കുരിശ് വഹിക്കാനുള്ള ശക്തി ദൈവമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നിനക്ക് വേണ്ടിയും ഏതെങ്കിലും ഒരു ശമയനെ വഴിയിൽ കർത്താവ് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരിക്കും. അവൻ്റെ കുരിശ് വഹിക്കാൻ ഭാഗ്യം ലഭിച്ച കിറേനിക്കാര കൃതജ്ഞതയുടെയും ആദരവിൻ്റെയും മേലങ്കണിയാതെ ഒരു സാധാരണക്കാരനായി മലയിറങ്ങി അവിടെ വരാൻ സാധിക്കത്തില്ല. തക്ക സമയത്ത് നിന്റെ സാന്നിധ്യത്തിൽ രണ്ടാമതൊരു വീഴ്ചയെ ഇടമാകണ്ടായിരുന്ന 5-ാം സ്ഥലം അവരും ഞങ്ങൾക്കും സമാശ്വാസത്തിന് ഇടമായി തീർന്നു. കുരിശിലേക്ക് കൈകൾ വിരിച്ചു കിടക്കും മുമ്പ് അവസാനമായി നസ്രായന്റെ നനവാർന്ന മിഴികൾ നന്ദിപൂർവം ആരോഗ്യം തിരയുന്നുണ്ട്. അത് കിറേനിക്കാരൻ ശമയനെ ആയിരിക്കാം. അത് മറ്റാരെയും ആവാൻ സാധ്യതയില്ല. കുരിശ് വഹിക്കുന്നവരെ കാണുമ്പോൾ അങ്ങയുടെ ഹൃദയം നിന്നെപ്പോലെ ആർദ്രമായെങ്കിൽ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെപ്പോലെ ആർദ്രമായെങ്കിൽ കിറേനിക്കാര, സത്യത്തിൽ ഗെത്സമനിൽ നിന്റെ നെഞ്ച് നീറിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗം അയച്ച മാലാഖയായിരുന്നു നീ, അല്ലേ? ഇന്നോളം ജീവിത വഴികളിൽ തളർന്നു പോയപ്പോഴും ഇടറി വീണപ്പോഴും ഒക്കെ യാതൊരു കടപ്പാടുകളും ഇങ്ങോട്ടും പ്രതിഫലം വെച്ചില്ലാതെ തുണയായി നമുക്ക് ലഭിച്ച കിറേനിക്കാരായ ശമയന്മാർ ഒരുപാട് ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ. അതെല്ലാം ഓരോ പ്രതീകങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈകടത്തലുകളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തക്ക സമയത്ത് വേണ്ട സമയത്ത് നമുക്ക് കുരിശ് തരുമ്പോൾ ആ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കാനും അത് ദൈവത്തിന് വേണ്ടിയിട്ട് വഹിക്കാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. കുരിശുകൾ നൽകുന്നത് തീർച്ചയായിട്ടും നാശത്തിനല്ല, അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കിറേനിക്കാരൻ ശമയനെ പോലെ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. വലിയ ചരിത്രമൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ
ശമയനെ കുറിച്ച് പറയപ്പെടുന്നില്ല. ശിഷ്യന്മാരുടെ ഗണത്തിലെ 12 പേരിൽ ഉൾപ്പെടുന്നവനല്ല. പക്ഷേ അവൻ്റെ കുരിശ് വഹിക്കാൻ ഒരു അപരിചിതൻ മാത്രമേ അന്ന് കടന്നു വന്നിട്ടുള്ളൂ. അവൻ ആരാണെന്ന് അതിനു മുമ്പ് ചരിത്രമില്ല. അവനോട് ജനിച്ചു എന്നും ചരിത്രമില്ല. പക്ഷേ അവൻ്റെ കുരിശ് വഹിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് അവസാന നിമിഷത്തിൽ ആ ശമയോനെയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ വിളിക്കും നമ്മൾ ഉത്തരം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ ജീവിത വിജയം കരസ്ഥമാക്കാനായിട്ട്, രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. നമുക്ക് വിട്ടുകൊടുക്കാം നമ്മളെ തന്നെ. യേശുവേ, ഞങ്ങൾ ഓരോരുത്തരെയും ക്രീനേകാരനായ ശമയനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് നൽകുന്ന കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കുരിശുകൾ നീങ്ങിപ്പോകട്ടെ എന്നല്ല, മറിച്ച് കുരിശ് വഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ.